പുകഞ്ഞെരിയുന്ന ഒരു അഗ്നിപർവ്വതമാണെന്ന് ബി.ജെ.പി. മോദിയുടെ ഏകാധിപത്യ ഭരണത്തിൽ കൈപ്പുരുചിക്കുന്നവരും ഇന്ന് ബി.ജെ.പിക്കുള്ളിലുണ്ട്. താരപ്പൊലിമയാർന്ന സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടപ്പോൾ പോലും എതിർപ്പുമായി പലരും രംഗത്തേക്ക് വന്നു. കാലങ്ങളായി പാർട്ടിക്കായി കഷ്ടപ്പെടുന്നവരെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് തനിക്ക് മുകളിൽ ഒരു മരമായി വളരുമെന്ന് തോന്നുന്ന നേതാക്കളെ വെട്ടിവീഴ്ത്തിയും ബി.ജെ.പി. എന്നാൽ മോദി, അമിത്ഷാ എന്നീ രണ്ട് വാക്കിൽ ഒതുക്കുവാനുള്ള കുതന്ത്രത്തെ എതിർക്കുന്നവരാണ് കൂടുതലും. മോദിയല്ലാതെ മറുവാക്കില്ല എന്ന അവസ്ഥ ഈർഷ്യയോടെയാണെങ്കിലും പല നേതാക്കളും സഹിച്ചും കൂറുമാറിയുമുള്ള രാഷ്ട്രീയ കാലാവസ്ഥയാണെന്ന് ബി.ജെ.പിക്കുള്ളിലുള്ളത്. ഇതായപ്പോൾ കോൺഗ്രസ് കുത്തക മണ്ഡലമായ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന ബി.ജെ.പി. ക്യാമ്പിന് വെല്ലുവിളിയായി ഉൾപോര് തകൃതിയായി നടക്കുകയാണ്. ബി.ജെ.പിക്ക് വേണ്ടി സംസ്ഥാന മന്ത്രി കൂടിയായ ദിനേശ് പ്രതാപ് സിംഗ് ആണ് ഇവിടെ മത്സരിക്കുന്നത്. ബി.ജെ.പി. എം.എൽ.എ. അദിതി സിംഗ്, ബി.ജെ.പി. പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര എം.എൽ.എ. മനോജ് കുമാർ പാണ്ഡെ എന്നിവർ തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വിട്ടുനിൽക്കുന്നു എന്നാണ് ദിനേശ് പ്രതാപിന്റെ പരാതി. കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ അമിത്ഷാ ഇരുവരെയും കണ്ട് അനുനയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 80 സീറ്റുകൾ ഉള്ള ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് നേടാനായ ഒരേ ഒരു സീറ്റായിരുന്നു റായ്ബറേലി. കഴിഞ്ഞ തവണ അമേഠിയിൽ സ്മൃതി ഇറാനിയോട് തോറ്റ രാഹുൽ ഗാന്ധി ഇത്തവണ റായ്ബറേലിയിലേക്കാണ് കൂടുമാറിയിരിക്കുന്നത്. രാഹുലിന് മുൻപ് 2 പതിറ്റാണ്ടോളം സോണിയാഗാന്ധിയായിരുന്നു ഈ മണ്ഡലത്തിലെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചിരുന്നത്. റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിൽ ആകെ 5 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. 2022 നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഇവിടെ ബി.ജെ.പിക്ക് ഒരു സീറ്റ് മാത്രമാണ് നേടാൻ കഴിഞ്ഞതും. ബാക്കി 4 സീറ്റുകളും നേടിയത് എസ്.പി. ആയിരുന്നു. ബി.ജെ.പി. നേടിയ സീറ്റിൽ മത്സരിച്ചിരിക്കുന്നത് മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്ന അദിതി സിംഗ് ആയിരുന്നു. മണ്ഡലത്തിൽ അടക്കം റായ്ബറേലിയിൽ നിർണായകമായ സ്വാധീനമുള്ള നേതാവാണ് അദിതി. റായ്ബറേലിയിൽ നിർണായക സ്വാധീനമുള്ള മറ്റൊരു നേതാവാണ് എസ്.പി. വിമതനായ നിയമസഭയിൽ വിജയിച്ചു കയറിയ മനോജ് കുമാർ പാണ്ഡെ. കഴിഞ്ഞ രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. പിന്തുണച്ച പാണ്ഡെ പക്ഷേ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്നും പ്രചാരണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. 3 തവണ എം.എൽ.എ. ആയ പാണ്ഡെ മുൻ എസ്.പി. സർക്കാരിലെ പ്രധാന ബ്രാഹ്മണ മുഖമാണ്. പാണ്ഡെയെ മുൻനിർത്തി മണ്ഡലത്തിലെ ബ്രാഹ്മണ വോട്ടുകൾ സമാഹരിക്കാനായിരുന്നു ബി.ജെ.പി. ശ്രമം. പക്ഷേ ഉൾപോര് ശക്തമായിരിക്കവേ കോംപ്രമൈസിന് പല നേതാക്കളും ശ്രമിച്ചിട്ടും ഉത്കണ്ഠകൾ എരിഞ്ഞടങ്ങിയിട്ടില്ല. ഇനിയൊരു വലിയ പൊട്ടിത്തെറിയോടുകൂടി വർഗീയ രാഷ്ട്രീയത്തിന്റെ ചീട്ട് കീറും.